കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ മഞ്ഞക്കുരി പിടിക്കാൻ വേണ്ടി വന്നിട്ട് നമുക്ക് കിട്ടിയതൊക്കെ പുല്ലനായിരുന്നു കേട്ടോ. ആ കാരണം നമ്മൾ നേരത്തെ ഇന്ന് മഞ്ഞക്കുരി പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കുറച്ച് കേരള ഫീഡും മൈദ്യം ബൂസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരത്തെ ടൗണിൽ പോയിട്ട് നമ്മളൊരു ഫിഷിംഗ് ഷോപ്പിൽ കയറിയിട്ട് ചെറിയൊരു സ്പൈഡറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സ്പൈഡർ ഒന്നും ഇട്ടുണ്ടായില്ല, ഈ പ്രാവശ്യം എന്തായാലും അതിന് തൂക്കാന്ന് വെച്ചു. അങ്ങനെ ചെറിയൊരു കിലുക്കും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ പോവാൻ നിൽക്കുക. ഈ കടയിൽ തന്നെ ഫ്രോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നല്ലൊരു മഴ നമുക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടേനായിട്ടും കുറച്ച് നീങ്ങിയിട്ടാണ് നമ്മൾ വേറെ സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന വെക്കുന്നത് നമ്മൾ സ്പൈഡറുള്ളത് നമ്മൾ തീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നേരത്തെ ഹുക്കൊക്കെ ഇതേപോലെ തിരിച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആശാന്ത അപ്പുറത്ത് ചൂണ്ടാനായിട്ട് സെറ്റ് ആയിട്ട് കേട്ടോ. നമ്മൾ ഉണ്ടിട്ട് എറിയാൻ വേണ്ടി പോവാം. പിന്നെ നമ്മുടെ ചാനലിൽ കൂടുതലും ബിരാലിന് ഇതിനൊക്കെ പിടിക്കുന്ന വീഡിയോ ആയിരുന്നു. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ കാണുമെന്ന് അറിയില്ല കേട്ടോ. ഒരു ഊഹം വെച്ചിട്ടാണ് നമ്മൾ ഈ മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മുടെ വീടിൻ്റെ അവിടെ കുളങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ പുറത്തേക്കൊക്കെ പോയിട്ടാണ് ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഉണ്ടിട്ട് വെച്ചിട്ട് ഏകദേശം കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല രീതിക്ക് തട്ടുമുട്ടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ലൊരു മഴ പെയ്യുകയും ചെയ്തു. അതിന് ശേഷമായിട്ട് നമുക്ക് നല്ലൊരു മീൻ കിട്ടി. അവനെ നമ്മളിത് ചണ്ടിപ്പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവനെ വലിച്ചു കയറ്റി ഇനി ഊരി പോകുന്ന നമുക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് തൂക്കിയെടുത്തിട്ടുണ്ട്. പോട്ടെ എന്ന് വെച്ചു. കാരണം ഇതിൻ്റെ അപ്പുറത്ത് നല്ല രീതിക്ക് ആളുള്ള കാരണം അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു പുല്ലനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനായിട്ട് നല്ല വലുപ്പുണ്ട് അവന്. അങ്ങനെ അവനെ നമ്മൾ നേരെ തൂക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ല അവൻ്റെ സൈസ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോ എന്തായാലും എടുത്തത് നന്നായിട്ടാ. വീഡിയോ എടുത്തത് ആരില്ല കേട്ടോ. നമ്മുടെ ആശാൻ്റെ കൂടെ വന്ന ചേട്ടനാ. നമ്മുടെ മഴയത്ത് നമ്മുടെ ആശാൻ ചൂണ്ടിട്ടോണ്ടിരിക്കുക. ആശാൻ അതിൻ്റെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്പൈഡറിൻ്റെ കുഴപ്പമില്ലാത്തൊരു മുണ്ടത്തി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തീറ്റ കഴിഞ്ഞിട്ട് വലിച്ചെടുത്ത കേട്ടോ. അതിൽ പെട്ടെടുക്കണ്ടെന്ന് ആശാൻ. അവനെ നമ്മൾ നേരത്തെ കവറിലാക്കിയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആശാൻ്റെ ചൂണ്ട അങ്ങോട്ട് ഒടിഞ്ഞു പോയിട്ടോ. വേറെ ഒന്നുമില്ല, ഇവിടെ വാളനെ പിടിക്കാൻ വേണ്ടി കയറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലായിരുന്നു നമ്മുടെ ആശാൻ്റെ ചൂണ്ട പോയി പെട്ടെ. അതിനെ വലിച്ചെടുക്കണതിൻ്റെ വലിയ ചൂണ്ട എന്തായാലും പൊളിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഈ ചേട്ടനെ കണ്ടില്ലേ, ആളാണ് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ ആ ചേട്ടൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ആ ചേട്ടൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആളെടുത്ത് യാത്ര പറഞ്ഞ് നമ്മൾ പുഴക്കിൽ പാടം കൂടി കാണിച്ചു തരാം. അതാട്ടെ കാണുന്ന ശോഭ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മഞ്ഞക്കുരി പിടിക്കാനുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. അങ്ങനെ കോഴിക്കടലൊക്കെ എടുത്തിട്ട് നമ്മൾ നേരത്തെ എറിഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ആശാൻ്റെ ചൂണ്ട വലിച്ചപ്പോൾ അതിൽ നമ്മുടെ ചൂണ്ട പെട്ടു കേട്ടോ. നമ്മുടെ ചൂണ്ടലാണെങ്കിൽ ഒരു മഞ്ഞക്കുരി പെട്ട് എടുക്കണമെന്ന് ഞാനാണത് ശ്രദ്ധിക്കാനും പോയില്ല. അതിനെ വലിച്ചെടുത്തപ്പോൾ നമ്മുടെ ചൂണ്ടയിലുള്ള നമ്മൾ മഞ്ഞക്കുരിനാണ്ട് അവന് നമ്മൾ നേരത്തെ സഞ്ചിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ സ്പൈഡറിൽ ചെറിയൊരു മഞ്ഞക്കുരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിത് കാണിക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ നേരെ റോഡിൻ്റെ സൈഡിൽ ഒരു സ്ഥലത്ത് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അവനൊക്കെ എടുക്കണ കണ്ടില്ലേ, ചത്തിട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവന് നമ്മൾ നേരെ എടുത്ത കൊല്ലിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 മഞ്ഞക്കുരി ഒരു തൂളിയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവസാനമായപ്പോൾ വലിയൊരു മഞ്ഞക്കൂരിയും കൂടി നമുക്ക് കിട്ടി. മൊത്തം നമുക്ക് 4 മീനൊന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചലത്തെ ഫുഡ് കഴിക്കാണ്ട് 12 മണിക്ക് വന്നിട്ടുള്ള മീൻ പിടുത്തായിരുന്നു കേട്ടോ. മഴയുള്ള കാരണം നമുക്ക് മര്യാദയ്ക്ക് മീൻ കിട്ടാണ്ടിരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നമ്മൾ നല്ല രീതിക്ക് മീനെ പിടിച്ച് കയറ്റും കേട്ടോ. അനിപ്പന്നെ നമ്മൾ നേരത്തെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചൂണ്ടയിൽ വലിയൊരു മീൻ അടിച്ചു. മീനല്ല കേട്ടോ, ഈ ഒഴുക്കിൻ്റെ ഇടയിൽ എന്തോ ഒരു വേസ്റ്റ് പോയിട്ട് നമ്മുടെ സ്പൈഡർമ്മ കുടുങ്ങിയതാ. പിന്നെ ഒന്നും നോക്കിയില്ല, സ്പൈഡർ അങ്ങോട്ട് പൊട്ടിച്ചോളേണ്ട വന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇത് കൂടെ കൂടിയുള്ളൂ കേട്ടോ.